ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. നിങ്ങളെപ്പോഴും എന്ത് വീഡിയോ ചെയ്താലും അതിൻ്റെ താഴെ ഈ ഒരു വീഡിയോ ചെയ്യാനാണ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. വുഡൻ പീസ് ഓർ വുഡൻ കുക്കീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് തെർമോക്കോൾ ഷീറ്റാണ്. അത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് നല്ലൊരു ഫിനിഷിങ്ങിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് അല്ല വേണ്ടത്. അപ്പോൾ തന്നെ നമുക്കൊരു വുഡിൻ്റെ ഒരു ആകൃതി കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ടാക്കിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനിയാണ് നമുക്ക് വേണ്ടതാണ് ഈ പ്ലാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഇത് 1 kg 30 rupees വരുന്നത്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് സിമെൻറ്റ് അങ്ങനെ വാങ്ങാൻ പറ്റുന്ന ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ, അവിടെ അവൈലബിൾ ആയിരിക്കും. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ഉള്ള ലിങ്ക് നോക്കി ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം വുഡൻ പീസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കണം ഇതെടുക്കുന്നത്. ഇവിടെ ഒരു വുഡൻ പീസ് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു വുഡൻ പീസിലേക്ക് വേണ്ടി ഒരു 20 rupeesൻ്റെ ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലൂ ഒന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പിന്നെ നമുക്ക് വേണ്ട വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് മുകൾ ഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി അതിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാനുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ പറയാം. ഫിനിഷായി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്കും ഇതേ സെയിം മിക്സ് കൊണ്ട് തന്നെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ചുകൂടി പ്ലാസ്റ്റർ ചേർത്തതിന് ശേഷം ഒന്ന് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്കൊരു വുഡൻ പീസിൻ്റെ ആ ഒരു ഇതിലേക്ക് വരികയുള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കുള്ള വലിയ പ്രോബ്ലം ആയിരിക്കും ഇതെങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇത് നമുക്ക് എന്തായാലും 24 hours ശേഷം പിന്നെ എടുക്കാൻ പറ്റുകയുള്ളൂ. ജസ്റ്റ് സാൻഡ് പേപ്പറിനെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി ഭയങ്കരമായി റഫായിട്ട് നിൽക്കുന്നത് ഒന്ന് ശരിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിച്ച് കാണുന്നവർ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ കൊളാവും, അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കില്ല. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് 24 hours വെക്കണം എന്ന് പറഞ്ഞല്ലോ. 24 hours വെച്ചതിന് ശേഷവും നമുക്ക് മിനിമം ഒരു 2 days എങ്കിലും ഇതൊന്ന് സെറ്റാവാൻ വെക്കണം. മാക്സിമം നമുക്കൊരു 4 days ഒക്കെ വെക്കാം. ദിവസം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ്ങും അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ഒരു 1 day കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഡ്രൈ ആയി കിട്ടും. പിന്നീടുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 2 days അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഒന്ന് ഫെവിക്കോൾ വെച്ച് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഫെവിക്കോൾ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്തായത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാവൂ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ട് ജസ്റ്റ് കമൻറ്റിൽ ഒന്ന് ഡൗട്ട് ചോദിക്കാതിരിക്കുക. വീഡിയോയിൽ പറയാത്ത കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റിൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പെയിൻ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ക്രീം കളർ പെയിൻറ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. പക്ഷേ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കളർ വെച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റിൽ മിക്സാക്കി ചെയ്യണമെന്ന് തന്നെ ഇല്ല. നിങ്ങൾക്ക് ലൈറ്റ് കളർ കിട്ടുകയാണെങ്കിൽ അതിനെക്കൊണ്ട് ചെയ്താൽ മതി. വാങ്ങുമ്പോൾ ക്രീം കളർ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു വുഡൻ പീസ് തന്നെയെന്ന് തോന്നാൻ കുറച്ചും കൂടി ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ ഈ ഒരു വുഡൻ പീസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇൻഷാല്ലാ ലാൻഡർ വീഡിയോ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്ത് ഓർഡേഴ്സ് കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.